അങ്ങനെ CPM ചാനലായി നിന്ന കൈരളി ചാനലിന് പുറമെ 24/7 എന്നൊരു ചാനൽ കൂടി ഇവിടെ വന്നു. ശരിക്കും ആ ചാനലിൻ്റെ ഉടമ മലയാളിയല്ല, കേരളവുമായി വലിയ ബന്ധമുള്ള ഒരാളല്ല. അതുകൊണ്ട് തന്നെ അതിൽ നിയമിച്ച 2 പേർ, ഹർഷനും മറ്റൊരാളും, വലിയ തോതിൽ CPM അനുകൂല നിലപാടുകളെടുത്തു. CPMന് അനുകൂലമായ ഇപ്പൊ LDF വരുമെന്നുള്ള സർവേ കൊണ്ടുവന്നു. വളരെ വലിയ രീതിയിലാണ് ഇത് മാറിയത്. എന്നാൽ ആ ചാനലിന്റെ നിയന്ത്രണം R പ്രേംകുമാർ എന്ന് പറയുന്ന BLMന്റെ പുതിയ ടീമിലേക്ക് മാറുകയാണ്. ഏകദേശം 1.5 വർഷത്തിലേറെയായി തുക ചെലവഴിച്ചിട്ട് വരുന്നതിനാൽ വൻ സാമ്പത്തിക ബാധ്യതയാണുള്ളത്. റിയൽ എസ്റ്റേറ്റ്, ട്രാൻസ്പോർട്ട് മേഖലകളിൽ പ്രവർത്തിക്കുന്ന സഹകരണ സ്ഥാപനമായ BLM ഹൗസിംഗ് കോർപ്പറേറ്റീവ് സൊസൈറ്റി വാർത്താ ചാനൽ രംഗത്തേക്ക് വരുന്നു എന്നുള്ളതാണ് പുതിയ വാർത്ത വരുന്നത്. മലയാള വാർത്താ ചാനൽ, ന്യൂസ് ചാനലായ 24/7 ഭൂരിപക്ഷ ഓഹരികളും വാങ്ങിക്കൊണ്ട് BLM സൊസൈറ്റി ചാനൽ രംഗത്ത് വന്നിരിക്കുകയാണ്. ചെന്നൈ മലയാളിയായ, ചെന്നൈയിൽ സ്ഥിരതാമസമുള്ള, കേരളത്തെക്കുറിച്ച് നല്ല ധാരണയൊന്നുമില്ലാത്ത സഖിലൻ പത്മനാഭൻ ചെയർമാനായ ന്യൂസ് മലയാളം ചാനലിന്റെ 51% ഓഹരിയാണ് BLM സൊസൈറ്റി വാർത്താ ചാനൽ സംരംഭത്തിലേക്ക് വാങ്ങിക്കൊണ്ട് കാൽവയ്ക്കുന്നത്. ഭൂരിപക്ഷം ഓഹരികളും BLM സൊസൈറ്റിയുടെ പക്കലേക്ക് എത്തിയതോടെ ചാനലിന്റെ സമ്പൂർണ്ണ നിയന്ത്രണം BLM സൊസൈറ്റിയുടെ സാരഥിയായ R പ്രേംകുമാറിന്റെ കൈകളിലേക്ക് എത്തുകയാണ്. സാമ്പത്തിക വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ ഓഹരി കൈമാറ്റം നടന്നതോടെ ന്യൂസ് മലയാളം ചാനലിൽ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാകും. ചാനൽ ഇപ്പോഴത്തെ CPM അനുകൂല എഡിറ്റോറിയൽ ബോർഡുണ്ട്. ന്യൂസ് എഡിറ്റർമാരായി പ്രവർത്തിക്കുന്ന സനീഷ് ഇളയിടവും TM ഹർഷനും, 2 പേരും ഇടതുപക്ഷത്തിന്റെ ആളുകളാണ്, SFIക്കാരാണ്, അതിനുവേണ്ടി പണിയെടുക്കുന്നവരാണ്. ആ 2 പേരെയും രാഷ്ട്രീയ പക്ഷപാതത്തോട് യോജിപ്പില്ല എന്നും BLM സാരഥി പ്രേംകുമാർ അറിയിച്ചിട്ടുണ്ട്. എഡിറ്റോറിയൽ നയവും എഡിറ്റോറിയൽ മേധാവികളുടെ സമീപനവും മാറ്റണമെന്ന് നിലവിലുള്ള ചാനൽ മാനേജ്മെന്റിനെ അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം കഴിഞ്ഞാൽ ന്യൂസ് മലയാളം ചാനലിന്റെ തലപ്പത്ത് സനീഷും ഹർഷനും അതിന്റെ മുകളിൽ വേറെ ആളുകളെയും കൂടി ചീഫ് എഡിറ്റർ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. 2 ലക്ഷം രൂപ ശമ്പളത്തിലാണ് ന്യൂസ് ഡയറക്ടർമാരായി പ്രവർത്തിക്കുന്ന സനീഷ് ഇളയിടത്തിനും TM ഹർഷനും നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് CPMന്റെ ജിഖോ പോലെയാണ് അവർ പ്രവർത്തിച്ചിരുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പും തെരഞ്ഞെടുപ്പിന് ശേഷവും CPM പക്ഷപാതിത്വം പ്രകടമാക്കുകയും അതിന്റെ ഭാഗമായിട്ട് അവർ CPM ജയിക്കുമെന്ന് വരെ ഈ ഹർഷനും ടീമും വന്ന് പറയുകയുണ്ടായി. നിയമസഭാ പ്രചരണകാലത്ത് അന്തിമഘട്ടത്തിലെത്തിയപ്പോൾ CPM അനുകൂല സർവേ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതിലും വ്യക്തിഗത താല്പര്യം ഒളിഞ്ഞിരിപ്പുണ്ടെന്നാണ് ന്യൂസ് മലയാളം ജേർണലിസ്റ്റുകൾ തന്നെ പറയുന്നത്. ഈ നയവുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാത്ത BLM ചാനലിന്റെ നയത്തിലും എഡിറ്റോറിയൽ തലപ്പത്ത് സമഗ്രമായ അഴിച്ചുപണി വരാനുള്ള സാധ്യതയുണ്ട്. മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റിയായി പ്രവർത്തിക്കുന്ന BLMന് BJPയോടാണ് കൂടുതൽ ആഭിമുഖ്യം, അല്ലെങ്കിൽ അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സംവിധാനവുമായിട്ട് നിൽക്കുന്നതാണ്. മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റിയിൽ ഇടപെടാൻ കേന്ദ്ര സർക്കാരിന് പെട്ടെന്ന് കഴിയുമെന്നതിനാൽ BJPയെ പിണക്കുകയോ അവരുമായി ഏറ്റുമുട്ടാനോ BLM സൊസൈറ്റിക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഏകപക്ഷീയമായ CPM അനുകൂലമായി മുന്നോട്ട് പോകാൻ BLM സൊസൈറ്റി നേതൃത്വം നൽകുന്ന ഒരു ചാനലിന് കഴിയുകയുമില്ല. അപ്പോൾ പകുതിയെങ്കിലും BJPയോടൊപ്പം പോയേ പറ്റൂ. അപ്പോൾ ജനം TVക്ക് ശേഷം ഇതാ BJPക്ക് ശക്തമായി അനുകൂലമാകുന്ന മറ്റൊരു ചാനൽ കൂടി വരുന്നു. പകുതി മലയാളിയാണെങ്കിലും കേരളത്തിലെ രാഷ്ട്രീയത്തെക്കുറിച്ചോ സാമൂഹ്യ കാര്യങ്ങളെക്കുറിച്ചോ വലിയ ഗ്രാഹ്യമില്ലാത്തത് കൊണ്ടാണ് സഖിലൻ പത്മനാഭൻ ഈ ഹർഷനെയും സനീഷിനെയും ഇത് ഏൽപ്പിച്ചിരുന്നത്. പക്ഷേ എന്നാൽ ഈ കളി ഇനി നടക്കത്തില്ല. ചാനലിന്റെ 51% ഓഹരിയും BLM സൊസൈറ്റി കരസ്ഥമാക്കിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ചെന്നൈയിലെ കേബിൾ നെറ്റ്വർക്ക് രംഗത്ത് പ്രവർത്തിക്കുന്ന സഖിലൻ പത്മനാഭനാണ് ന്യൂസ് മലയാളം ആദ്യം സ്ഥാപിച്ചത്. സഖിലന് തമിഴിലും വാർത്താ ചാനലുണ്ട്. മലയാളം ചാനൽ സ്ഥാപക ചെയർമാനായ സഖിലൻ പത്മനാഭൻ തന്റെ കൈവശമുണ്ടായിരുന്ന ഓഹരികളാണ് BLM സൊസൈറ്റിക്ക് വിറ്റത്. സഖിലനെ കൂടാതെ മലയാളത്തിലെ പ്രമുഖ കേബിൾ നെറ്റ്വർക്കായ കേരള വിഷനും ന്യൂസ് മലയാളം ചാനലിൽ ഒരു പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഇനിയും പ്രവർത്തന ലാഭം കൈവരിക്കാത്ത ചാനൽ നടത്തിക്കൊണ്ടുപോകാൻ സഖിലൻ പത്മനാഭന് കഴിയാതെ വന്നപ്പോൾ 1.5 കോടി മുതൽ 2 കോടി വരെ എല്ലാ മാസവും കയ്യിൽ നിന്ന് മറ്റ് തമിഴ് ചാനലിലുള്ള പണമെല്ലാം കൊണ്ടുവന്ന് ഇട്ടാണ് ഇത് ഓടിച്ചത്. ഇനി അങ്ങനെ പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് 51% ഓഹരി BLMന് കൊടുത്തത്. ആദ്യം റിപ്പോർട്ടർ TVയുടെ മാനേജിംഗ് എഡിറ്ററായ സാന്റിയാഗോ ആൻഡോ അഗസ്റ്റിനും ഗോകുലം ഗോപാലനും ഭൂരിപക്ഷം ഓഹരികൾ ലഭിക്കുന്നില്ല എന്ന് വന്നതോടെയാണ് പിന്മാറിയത്. അവർക്ക് 55% കിട്ടിയിരുന്നെങ്കിൽ ഒരു മരമുറി ചാനൽ, ഒരു ചാനൽ കൂടി ആകുമായിരുന്നു. പക്ഷെ അവർ അത് പറ്റിയിട്ടില്ല. സഖിലൻ പത്മനാഭൻ അറിയിച്ചു. എന്നാൽ സ്ഥാപനം നിയന്ത്രിക്കാൻ കഴിയുന്ന ഓഹരികൾ കിട്ടാതെ വന്നാൽ ഇടപെടാനില്ലെന്ന് BN വ്യക്തമാക്കിയതോടെയാണ് സഖിലൻ വഴങ്ങിയത്. ഹൗസിംഗ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ 2006 മുതൽ കഴിഞ്ഞ 20 വർഷമായി പ്രവർത്തിക്കുന്ന BLMന് സ്വർണ്ണ വ്യാപാരം, ട്രാൻസ്പോർട്ട്, സിമന്റ് തുടങ്ങിയ നിർമ്മാണ മേഖലകളിൽ വ്യത്യസ്ത മേഖലകളിൽ വലിയ പ്രോജക്റ്റുകളുണ്ട്. വാർത്താ ചാനൽ തുടങ്ങുക എന്ന ലക്ഷ്യത്തോടെ M5 എന്ന
സ്ഥാപനവും അവർ തുടങ്ങിയിരുന്നു BLM-കാര്. പക്ഷേ M5-നെ ഇനിയും പ്രവർത്തനത്തിലേക്ക് എത്തിക്കാനാകുന്നില്ല. അത് വേണ്ടാന്ന് വെച്ചു. ന്യൂസ് മലയാളം ചാനൽ ഏറ്റെടുത്തതോടെ ചുരുങ്ങിയ തോതിൽ പ്രവർത്തിച്ചു പോന്നിരുന്ന M5 താമസിയാതെ പ്രവർത്തനം നിർക്കും. അത് ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ M5 ഇനി ഉണ്ടാവില്ല. 24/7 ന്യൂസ് മലയാളം ചാനൽ ഇനി BJP ചാനലായി മാറുന്നു.